ഹായ്, ഇന്നത്തെ ഉച്ചയൂണ് നോക്കിയാലോ. നെത്തോലി മീനാണേ. ചട്ടി നിറയെ മീനുണ്ടായിരുന്നു. ക്ലീൻ ചെയ്തെടുത്തപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നല്ല വൃത്തിയായിട്ട് ഒരു 5-6 വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. ആദ്യം ഉപ്പിട്ട് കഴുകി, പിന്നെ ഒരു 5-6 വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ ഒരു മുറി തിരുമിയത് എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളിയും പച്ചമുളകും. 1.5 സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. ശകലം മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി എടുത്തിട്ടുണ്ടേ. ഇത്രയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അങ്ങ് അരയ്ക്കാതെ നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. നെത്തോലി മീൻ നുള്ളിയെടുക്കുക ഒരുപാട് പാടാണ്. ഇച്ചിരി ഏറെ സമയം എടുക്കും. പക്ഷേ തേങ്ങ അരച്ച് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ മീനിന്. അപ്പോൾ അതുകൊണ്ട് ശകലം ഞാനൊരു 1/2 ഗ്ലാസോളം വെള്ളം വരും അതുകൂടെ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ ഒരുപാട് അരഞ്ഞിട്ടില്ല, ഏകദേശം ഒന്ന് ചതഞ്ഞ പരുവത്തിനാണേ. എന്നിട്ട് ശകലം മീൻ ഞാൻ പുരട്ടി വെക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടിയും കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഉപ്പുപൊടി ഇട്ട്. എന്നിട്ട് മീനിനകത്തോട്ട് വേണ്ട മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെത്തിയിടുന്നുണ്ട്. ഒരുപാട് അങ്ങ് കനത്തിലിടാതെ കനം കുറച്ചാണ് അരിഞ്ഞിടുന്നത്. അപ്പം ഫുള്ള് മാങ്ങ ഇട്ടിട്ടുണ്ട്. പുളി അനുസരിച്ച് ഇടാം കേട്ടോ. ഒരുപാട് പുളി വേണ്ടവർക്ക് ഇച്ചിരി കൂടി ഇടാം. പിന്നെ ഇതിന് പുളി കുറവായിരുന്നു ഈ മാങ്ങയ്ക്ക്. മാങ്ങയ്ക്ക് പുളി ഒരുപാട് കുറവാണെങ്കിൽ ശകലം പുളിയും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ അരപ്പിട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഇട്ട് കൊടുത്തിട്ട് കല്ലുപ്പാണ് ഇടുന്നത്, അതുകൂടി ഇട്ട് കൊടുത്ത് കൈവച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് സിമ്മിലിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതിൽ തിള വരും കേട്ടോ. ഞാൻ ഏകദേശം തിളയൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഒരുപാടങ്ങ് വറ്റിക്കുന്നില്ല കേട്ടോ, ഇച്ചിരി ചാറായിട്ട് തന്നെ എടുക്കാനാണ്. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ നോക്കാം കേട്ടോ. ഇപ്പോൾ ഒന്നുകൂടെ അടച്ചു വെക്കുവാണ് മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് വെച്ചാൽ മതി. അപ്പം നല്ല എണ്ണ തെളിഞ്ഞ് വരും കേട്ടോ. ഉപ്പ് നോക്കണേ, ഉപ്പ് കറക്റ്റായിട്ടില്ലെങ്കിൽ ഇച്ചിരി കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റിൽ വാങ്ങി വെക്കാൻ നേരത്ത് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് വാങ്ങി വെച്ചാൽ മതി. കണ്ടോ, ഒന്നുകൂടെ തിളച്ച് കഴിഞ്ഞപ്പോൾ സൈഡിലൊക്കെ കണ്ടോ എണ്ണ തെളിഞ്ഞ് വന്നത്. അപ്പം ഞാൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മീൻ ഒന്ന് വറ്റി, വെള്ളമൊക്കെ ഒന്ന് വറ്റി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വെച്ചതെന്ന് വെച്ചാൽ പടവലങ്ങയും പരിപ്പൂടെ തോരനാണ്. സാമ്പാർ പരിപ്പുണ്ടല്ലോ, അതൊന്ന് ഒരു വിസിൽ കേൾപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് വെന്ത് കുഴയല്ല്. അപ്പോൾ ഒരു വിസിൽ കേൾപ്പിച്ചെടുക്കുന്നുണ്ട്. കടുക് പൊട്ടിച്ച് അതിനകത്തോട്ട് പടവലങ്ങയും പിന്നെ ഒരു മുറി സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം പടവലങ്ങ ശകലേ ഉള്ളായിരുന്നു, അതാണ് പരിപ്പൂടെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതൊന്ന് വഴറ്റി കൊടുത്ത് ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് ഇതൊന്ന് വേവിക്കാം. ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് വെള്ളം മാറ്റിയിട്ട് ആ പരിപ്പ് മാത്രം ഇട്ട് കൊടുത്ത്, സാമ്പാർ പരിപ്പാണേ, അതുകൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി. പരിപ്പ് പകുതി വേവായതേ ഉള്ളൂ, ഇച്ചിരി കൂടെ ഒന്ന് വേവണം. അപ്പോൾ അതുകൂടെ ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ അരപ്പെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു പിടി തേങ്ങ, അത്രയും മതി. ശകലം തോരനല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൂടെ ഒന്ന് ചതച്ച് കൊടുത്ത് ഞാൻ ആ അരപ്പൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കാമേ. ഒന്ന് ആവി കയറി കഴിയുമ്പം ആ വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു ചുവയൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും തുറന്ന് വെച്ച് ഒന്നുകൂടെ ഒന്ന് വെള്ളം തോർത്തി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാണ്ട് ഒന്ന് ആവി കയറിയിട്ടുണ്ട്. ഇതിനിയും തുറന്ന് വെച്ചാൽ മതി കേട്ടോ, ഇനി അടച്ചു വെക്കണ്ട. വെന്തില്ലെങ്കിൽ ഒന്നുകൂടെ അടച്ചു വെക്കണേ. അപ്പോൾ ഞാൻ പടവലങ്ങ എടുത്ത് നോക്കിയപ്പം ഇച്ചിരി വെന്തില്ലായിരുന്നു, അപ്പോൾ ഒന്നുകൂടെ ഞാൻ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് ഇളക്കി വെച്ച് കൊടുക്കണം. നല്ല ടേസ്റ്റാണ് ഈ തോരന് പരിപ്പൂടി ഇട്ട് വെക്കുമ്പം. അപ്പം അതുകൊണ്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. പടവലങ്ങ തോരനും ഏകദേശം റെഡി ആയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയൂണിന് നെത്തോലി മീൻകറി, രസവും പടവലങ്ങ തോരനുമായിരുന്നേ. ബൈ.